അമൃത, NIA-യുടെയും ഒപ്പം ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധനയാണ് ഈ ക്രൈം സീന് പുറത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ക്രൈം സീൻ പൂർണ്ണമായും പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അവിടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അതിന് പുറത്ത് ഏകദേശം 500 മീറ്റർ പുറത്തേക്കുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ NIA-യുടെയും ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തോട് ഉണ്ടാകുന്നത്. അതായത് അരിച്ചു പിറക്കിയുള്ള ഒരു പരിശോധന ചെങ്കോട്ടക്ക് സമീപം പോലീസ് നടത്തുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ചാന്ദിനി ചോക്ക് മാർക്കറ്റിലേക്ക് അല്പസമയം മുമ്പ് പോലീസ് കടന്നിരുന്നു. അവിടെയും ഫോറൻസിക്കിന്റെയും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിന്റെ എല്ലാം പരിശോധന നടന്നിരുന്നു. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ സ്ഫോടനം നടന്ന സമയത്ത് ചിതറിച്ചെറിച്ച വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് എന്ത് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് ഈ പരിസരങ്ങളിൽ ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ ശേഖരിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വസ്തുക്കളെല്ലാം പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക്കും ഉൾപ്പെടെ അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. NIA കേസ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ NIA-യുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാകും. NIA-യും സമാനമായിട്ട് തെളിവുകളെല്ലാം ശേഖരിക്കുന്നുണ്ട്. നേരത്തെ ആ ക്രൈം സീനിന് പുറത്തേക്ക് NIA-യുടെയും ബോംബ് സ്ക്വാഡിന്റെയും ഒരു 20ഓളം ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ റോഡിൽ പരിശോധന നടത്തിയത്. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ പരിസരങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷമാണ് ഫോറൻസിക് സംഘം ആ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചത്. ചെറിയ വസ്തുക്കൾ ഉൾപ്പെടെ അവർ ശേഖരിച്ച് പരിശോധന കഴക്കുന്നുണ്ടെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാകുന്നത്. റോഡിലെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ചാന്ദിനി ചോക്ക് മാർക്കറ്റിനുള്ളിൽ കൂടി ഈ NIA-യും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നുണ്ട്. അവിടങ്ങളിൽ നിന്നും ഈ വാഹനം ഈ പൊട്ടിത്തെറിച്ചപ്പോൾ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിരവധി വാഹനങ്ങൾ തകർന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ നിരവധി വസ്തുക്കൾ പല ഭാഗങ്ങളിലേക്കായി ചിതറിപ്പോയിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഏതെങ്കിലും ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ പരിശോധിച്ച് അതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ അത് കൃത്യമായി മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ഡൽഹി പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. കൂടുതൽ പോലീസിനെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ ചാന്ദിനി ചോക്ക് മാർക്കറ്റ് ഇന്ന് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മാർക്കറ്റ് മാത്രമല്ല, സമീപത്തുള്ള ആരാധനാലയങ്ങൾ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളെയും കൂടി മാർക്കറ്റുകൾ പൂർണ്ണമായും അടച്ചിടാനുള്ള സാധ്യതയാണുള്ളത്. 1 കിലോമീറ്റർ പരിസരത്തേക്കുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ആളുകൾക്ക് പ്രവേശനമല്ല. വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ല ഇത്. കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ല, പകരം വലിയ വ്യാപാരം നടത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ദിനംപ്രതി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ചെങ്കോട്ടയിൽ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആ പരിപാടി ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. ആ പരിപാടിയിലെ ഒരുക്കങ്ങൾ, പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിന് തൊട്ടു മുന്നിലായിട്ടാണ് ഇത്തരമൊരു അപകടം, നിരവധി സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് വളരെയധികം ഗൗരവമുള്ള ഒരു കേസാണ്. ആ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇത് നിലവിൽ അന്വേഷിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, നിലവിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഉമർ മുഹമ്മദ് എന്ന ഡോക്ടറിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ ചാവേർ ആക്രമണമാണെങ്കിൽ അന്വേഷണ സംഘം അനുമാനിക്കുന്നത് പോലെ ഒരു ചാവേർ ആക്രമണമാണ് അവിടെ നടന്നതെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായും ഈ ഉമർ മുഹമ്മദ് കൊല്ലപ്പെടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ടോ? അതല്ല എങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഫോറൻസിക് പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടോ? ഉമർ മുഹമ്മദ് ആണോ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താൻ വേണ്ടി ഉമർ മുഹമ്മദിന്റെ മാതാവിന്റെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ചാവേർ ആക്രമണവും അതുപോലെ തന്നെ ഭീകരാക്രമണമാണ് ഡൽഹിയിൽ നടന്നതെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഡൽഹി പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. ആ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിൽ മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടക്കുക. കാരണം ഫരീദാബാദിലടക്കം 3000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അതിന് സമാനമായ സ്ഫോടക വസ്തുവിന്റെ ഒരു അംശം ഡൽഹിയിൽ നിന്ന് കണ്ടെത്തിയെന്നതാണ് ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു. ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഈ കാറുമായി എത്തിയെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. കാരണം ഈ കാർ i20 കാർ കൈമറിഞ്ഞ് വന്നതാണ്. ആദ്യത്തെ ഉടമ സൽമാൻ എന്ന് പറയുന്നത്. സൽമാൻ പിന്നീട് ദേവേന്ദ്രയ്ക്ക് കൊടുക്കുന്നു, ഓഖ്ല സ്വദേശി. പിന്നീടാണ് ഹരിയാന സ്വദേശി വീണ്ടും ആ കാർ നൽകുകയും പിന്നീട് ഈ പുൽവാമ സ്വദേശിയായ താരിഖിലേക്ക് കാർ എത്തുകയും താരിഖിൽ നിന്നാണ് ഇപ്പോൾ ഉമർ മുഹമ്മദിലേക്ക് കാർ എത്തിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഫരീദാബാദിൽ ഈ വാഹനം സെപ്റ്റംബർ മാസം ഫരീദാബാദിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഉമർ മുഹമ്മദ് കേന്ദ്രീകരിച്ച് തന്നെയാണ്. കാരണം ഫരീദാബാദിൽ നിന്ന് പിടിയിലായ ഭീകര മോഡ്യൂളുമായി ഉമർ മുഹമ്മദിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഉമർ മുഹമ്മദ് ആ ഭീകര മോഡ്യൂളിന്റെ ഭാഗമായിരുന്നു എന്ന് കൂടി പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇനി ചോദ്യം, ആരെങ്കിലും ഉമർ മുഹമ്മദിന്റെ പിന്നിലുണ്ടായിരുന്നു, ഉമർ മുഹമ്മദിനെ സഹായിക്കാനുണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു വിശദീകരണം പുറത്തു വരേണ്ടിയിരിക്കുന്നത്. കാരണം നിരവധി ഡോക്ടർമാരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ
ഈ ഭീകര മോഡികളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ജമ്മു കാശ്മീരിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫരീദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലും ഒരാൾ കസ്റ്റഡിയിലായെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അപ്പോൾ ഈ സംഘം മറ്റെവിടെയെങ്കിലും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നോ, അല്ലെങ്കിൽ വേറെ ഇടങ്ങളിൽ കൂടി ഇവർ പദ്ധതിയിട്ടിരുന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പരിശോധനകൾ നടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ഇങ്ങനെയാണ് ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കാര്യത്തിൽ കൂടി ഇനി വിശദീകരണം പുറത്തുവരേണ്ടത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു. NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ ഒരു സമാന്തര അന്വേഷണം കൂടി നടക്കുകയാണ്. ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയിലേക്ക് തന്നെ അന്വേഷണം പോകുന്നു. ഉമർ മുഹമ്മദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രതികരണവും അല്പസമയം മുമ്പ് പുറത്തു വരുന്നു. കുടുംബം പറയുന്ന 2 മാസങ്ങൾക്ക് മുമ്പാണ് ഉമർ മുഹമ്മദുമായി കണ്ടിരുന്നത്. 3 ദിവസം മുമ്പ് ഉമർ മുഹമ്മദുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അത് ഞെട്ടിപ്പിക്കുന്ന എന്നതാണ്. ഉമർ മുഹമ്മദിന്റെ കുടുംബം പ്രതികരിക്കുന്നത്. ഈ അൽഫല കോളേജ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അവിടെ പരിശോധനകൾ നടത്തി. ഡൽഹി പോലീസ് സംഘമെത്തി പരിശോധനകൾ നടത്തുകയും ലാപ്ടോപ്പുകളും മൊബൈലുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട നിരവധി പേർ കസ്റ്റഡിയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടി ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ഡൽഹിയിലേക്ക് ഈ വാഹനം പ്രവേശിച്ചത്. വൈകുന്നേരം 6:55 സ്ഫോടനം ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തിന് അത്രയും സമയത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധനകളും പുരോഗമിക്കുകയാണ്. അമൃത. ശരി, PR അരവിന്ദും തൗഫീഖ് അസ്ലമുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.